അപ്പച്ചൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില്ലറൊക്കെ നേരത്തെ ഇട്ട് കൊടുക്കയിട്ട് വെച്ചിരുന്നാൽ അവൻ മൊത്തത്തോടെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്, എണ്ണുമൊന്നുമില്ല. അങ്ങനെയായിരുന്നു സാധാരണ പതിവ്. ഭക്തി ഭയങ്കരമായിരുന്നു. ഭക്തി കൂടിപ്പോയതായിരിക്കും നയിച്ചിരിക്കുന്നത്. ആയിരിക്കാം അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയാമല്ലോ. ഇങ്ങനെ വിശ്വാസം കാണും. പള്ളി ഒത്തിരി അഡിക്റ്റ് ആയതുപോലെ ഒരു ഇതാണ് അവർക്ക്. അങ്ങനെയായിരുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പൈസകൾ എടുത്തുകൊണ്ട് പോയി നേർച്ച ഇടുക, ഒന്നും കണക്കൊന്നുമില്ല നേർച്ച ഇടുന്നതിനൊന്നും. അതുപോലെ ഒരു വാഴക്കൊല ഉണ്ടായാൽ അത് മൊത്തം വെട്ടിക്കൊണ്ട് പള്ളിക്ക് കൊടുക്കും. അങ്ങനെ ഒരു രീതിയായിരുന്നു പുള്ളിക്കാരത്തി. പുണ്യസ്ഥലങ്ങളെല്ലാം പോയി കാണുന്ന ഒരു രീതിയായിരുന്നു. അവിടെ പെരുന്നാളിനൊക്കെ രാത്രിയിൽ, പെരുന്നാളും കഴിഞ്ഞ് രാത്രി തന്നെ പോകും, ഒരു പ്രശ്നവുമില്ല. പെരുന്നാളെന്ന് പറഞ്ഞാൽ 12-1 മണിയാകുമ്പോൾ അതിരുമ്പുഴ പള്ളി പെരുന്നാൾ കഴിയുമ്പോൾ ഇവിടെ തന്നെ പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ കട അടയ്ക്കുമ്പോഴത്തേനൊക്കെ ഇതിൽ തന്നെ ആരും വേണ്ട കൂടെ. ഇഷ്ടംപോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ സ്വർണ്ണം എടുത്താണ് കല്യാണം കഴിഞ്ഞപ്പോഴേ അത് മൊത്തം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പച്ചന് ഞങ്ങളുടെ കസ്റ്റമറാണ്. അപ്പച്ചൻ വന്ന് സാധനം മേടിക്കുന്നത്, അപ്പച്ചൻ ഞങ്ങൾക്ക് ലോഡ് ഇറക്കുന്നതൊക്കെ പുള്ളി ഇവിടെ വണ്ടിയിലൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ പുള്ളിയുടെ കുടുംബത്തിന് അതുപോലെ അറിയാം, ഇവിടെ വരാറുണ്ട്. സാധനങ്ങൾ മേടിക്കാൻ വരാറുണ്ടായിരുന്നു. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും. പള്ളി ഒത്തിരി അഡിക്റ്റ് ആയതുപോലെ ഒരു ഇതാണ് അവർക്ക്. അങ്ങനെയായിരുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പൈസകൾ എടുത്തുകൊണ്ട് പോയി നേർച്ച ഇടുക, ഒന്നും കണക്കൊന്നുമില്ല നേർച്ച ഇടുന്നതിനൊന്നും. അതുപോലെ ഒരു വാഴക്കൊല ഉണ്ടായാൽ അത് മൊത്തം വെട്ടിക്കൊണ്ട് പള്ളിക്ക് കൊടുക്കും. അങ്ങനെ ഒരു രീതിയായിരുന്നു പുള്ളിക്കാരത്തി. പുണ്യസ്ഥലങ്ങളെല്ലാം പോയി കാണുന്ന ഒരു രീതിയായിരുന്നു. കാണാതെ ആകുമ്പോൾ നമുക്കൊരു ഇത് വരികയല്ലേ, ഇവിടെയുള്ള നമ്മുടെ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരാളെ കണ്ടില്ല എന്ന് വരുമ്പം ഞങ്ങൾ കുറേ നാളത്തോളം അങ്ങനെയായിരുന്നു. കണ്ടില്ലല്ലോ, എവിടെയാ, എന്നതാ, ഉണ്ടോ, ഇവിടെയൊക്കെ ചേർത്തല ആ കൃപാസനത്തിലൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടി കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓർക്കുന്നത്. അപ്പച്ചൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില്ലറൊക്കെ നേരത്തെ ഇട്ട് കൊടുക്കയിട്ട് വെച്ചിരുന്നാൽ അവൻ മൊത്തത്തോടെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്, എണ്ണുമൊന്നുമില്ല. അങ്ങനെയായിരുന്നു സാധാരണ പതിവ്. പള്ളിയുടെ നേർച്ചപ്പെട്ടി പള്ളി കൊണ്ട് കൊടുക്കും. അത് നേർച്ചപ്പെട്ടി ഇടത്തില്ലല്ലോ, അതുകൊണ്ട് പള്ളി കൊണ്ട് അച്ഛന് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വാഴക്കൊല ഉണ്ടായി അങ്ങനെ അത് വെട്ടി അത് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഒരു രീതിയായിരുന്നു. ഭക്തി ഭയങ്കരമായിരുന്നു. ഭക്തി കൂടിപ്പോയതായിരിക്കും നയിച്ചിരിക്കുന്നത്. ആയിരിക്കാം അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയാമല്ലോ. ഇങ്ങനെ വിശ്വാസം കാണും അല്ലേ. അങ്ങനെ ഇപ്പം കുടുംബക്കാർ പുള്ളി ഒരിക്കലും പോകാറില്ല കൂടെ. പള്ളി തന്നെ പോവുകയില്ല, ഇതിനെ കൊണ്ട പള്ളിയിലൊന്നും ആക്കുകയോ ഒന്നുമില്ല. പുള്ളിക്കാർ തന്നെ പോകുന്നതുകൊണ്ട് അങ്ങനെ അറിയാമല്ലോ. ഒരു കുറേ പ്രാവശ്യം പോയി കഴിയുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ കണ്ട് ആയിരിക്കും ഇവരുടെ സ്വഭാവം മനസ്സിലാക്കുക. അത് ഇപ്പോൾ ഒരാളോട് ചോദിച്ചാലും പറയും ഇങ്ങനെയാണ്. അപ്പം അറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ വീടും പള്ളിയും മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. അപ്പച്ചനുമായിട്ട് തന്നെ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പച്ചൻ ഇവിടെ ഉണ്ട് മിക്കവാറും. വൈകിട്ടാണ് പോകുന്നത്, രാവിലെ വരുന്നു. പിന്നെ അങ്ങനെ കുടുംബത്തെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ജയനമ്മയുടെ ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ ആത്മീയത കൂടി പോയതാണ്. അതെ അത് വന്ന കാലം തൊട്ട് എനിക്കറിയാം. ഈ പള്ളി ഇവിടെ പെരുന്നാളിനൊക്കെ രാത്രിയിൽ, പെരുന്നാളും കഴിഞ്ഞ് രാത്രി തന്നെ പോകും, ഒരു പ്രശ്നവുമില്ല. പെരുന്നാളെന്ന് പറഞ്ഞാൽ 12-1 മണിയാകുമ്പോൾ അതിരുമ്പുഴ പള്ളി പെരുന്നാൾ കഴിയുമ്പോൾ ഇവിടെ തന്നെ പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ കട അടയ്ക്കുമ്പോഴത്തേനൊക്കെ ഇതിൽ തന്നെ ആരും വേണ്ട കൂടെ. അതുപോലെ എല്ലാ പ്രധാന ദിവസങ്ങളിലെല്ലാം പോകുന്നതാണ്. താഴ് നടന്നാ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്തയുണ്ട്, അതും ചെല്ലി ഇങ്ങനെ പോകുന്നതാണ്. പ്രത്യേകിച്ച് ആരോടും അങ്ങനെ വലിയ മിണ്ടാട്ടമൊന്നുമില്ല. അല്ല, പുള്ളിയെ കണ്ടാലും അങ്ങനെയല്ലേ, ഒരു ഹാൻസമല്ലേ. അപ്പം നമുക്ക് ആൾക്കാർക്കും അങ്ങനെ തോന്നിക്കാണും. അങ്ങനെ അപ്പോൾ ഒറ്റയ്ക്കുള്ള പെണ്ണുങ്ങളെ എങ്ങനെയും പതുക്കെ കൂട്ടി പൈസ ആയിരിക്കും പുള്ളിയുടെ ഇത് അല്ലേ. പൈസ ആയിരിക്കും. ഈ പുള്ളിക്കാരത്തിക്ക് കുറേ സ്വർണ്ണം ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ സ്വർണ്ണം എടുത്താണ് കല്യാണം കഴിഞ്ഞപ്പോഴേ അത് മൊത്തം ഉണ്ടെന്നാണ് പറയുന്നത്. ആരൊന്നും വേണ്ട, ഇത് മതിയായിരുന്നു. അതുകൊണ്ട് വണ്ടി ഓടിയും കഴിഞ്ഞ് നല്ലപോലെ പൂസായി വീട്ടിൽ ചെല്ലുള്ളൂ. അതുകൊണ്ടായിരിക്കും. വേണം, പ്രാർത്ഥിക്കാൻ പോകണം, അല്ലെ പ്രാർത്ഥിക്കണം, വീട്ടിലാണെങ്കിലും പ്രാർത്ഥിക്കണം. അല്ലാതെ ഇതുപോലെ പള്ളിയെന്നും പറഞ്ഞ് ജീവിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ അതായിരിക്കും ആയിരിക്കും. പിന്നെ വീട്ടിലെ സാഹചര്യം കൂടെ ഉണ്ട്. സ്നേഹവും ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ കയറി അത് കൊണ്ടുപോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.